നമ്മളിന്ന് നോക്കാൻ പോകുന്നത് TN ഇ-പാസ് എങ്ങനെ എടുക്കാം. ഇതിൽ TN പാസ് എന്ന് പറയുന്ന സൈറ്റിൽ കയറി ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യണം. രണ്ട് ഓപ്ഷനാണ് കാണിക്കുക. ഒന്ന് വിത്തിൻ ഇന്ത്യ, ഔട്ട്സൈഡ് ഇന്ത്യ. അപ്പോൾ നിങ്ങൾ നാട്ടിൽ തന്നെയുള്ള ആളാണെങ്കിൽ വിത്തിൻ ഇന്ത്യ കൊടുക്കുക. ഏതെങ്കിലും ഒരു മൊബൈൽ നമ്പർ കൊടുക്കുക. യാത്ര ചെയ്യുന്ന ആരെങ്കിലും ഒരാളുടെ മൊബൈൽ നമ്പർ കൊടുക്കുക. അതിനുശേഷം താഴെയുള്ള ക്യാപ്ച കോഡ് എൻ്റർ ചെയ്യുക. ക്യാപ്ച എൻ്റർ ചെയ്ത് ഗെറ്റ് OTP കൊടുത്തിട്ട് OTP എൻ്റർ ചെയ്യുക. ഇപ്പോൾ ഊട്ടി ആണെങ്കിൽ നീലഗിരി ഡിസ്ട്രിക്റ്റാണ് വരിക. കൊടൈക്കനാലാണെങ്കിൽ അത് സെലക്ട് ചെയ്യുക. ഇതിൽ നീലഗിരി ഊട്ടി ആകുമ്പോൾ നീലഗിരിയാണ്. അപ്പോൾ നീലഗിരി എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഒരാളുടെ ഇത് രജിസ്റ്റർ ചെയ്യുന്ന ആരെങ്കിലും ഒരാളുടെ പേര് കൊടുക്കുക. ഇതിന് വേണ്ടത് RC ഡീറ്റെയിൽസും പിന്നെ അവിടെ സ്റ്റേ ചെയ്യുന്നതിൻ്റെ ഡീറ്റെയിൽസാണ് വേണ്ടത്. പേര് എൻ്റർ ചെയ്തതിന് ശേഷം പർപ്പസ് ഓഫ് വിസിറ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ടൂറിസ്റ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. അതിനുശേഷം വെഹിക്കിൾ രജിസ്ട്രേഷൻ നമ്പർ, വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ നമ്പർ എൻ്റർ ചെയ്യുക. അതിനുശേഷം എത്ര പാസഞ്ചേഴ്സ് ഉണ്ടെന്നുള്ള എണ്ണം, എത്ര യാത്രക്കാരുണ്ടെന്നുള്ളതിൻ്റെ എണ്ണമാണ് അവിടെ കൊടുക്കേണ്ടത്. അവിടെ എന്തെങ്കിലും ഒരു നിങ്ങൾ എത്ര പേരുണ്ടോ അതിൻ്റെ എണ്ണം നമ്പർ കൊടുത്തതിന് ശേഷം ഇയർ ഓഫ് മാനുഫാക്ചർ കൊടുക്കുക. അത് RCയിലുണ്ടാവും, വാഹനത്തിൻ്റെ RCയിലുണ്ടാവും ഇയർ ഓഫ് മാനുഫാക്ചർ. അതിൽ ഏത് വർഷമാണ് വാഹനത്തിൻ്റെ മാനുഫാക്ചറിങ് ഇയർ അത് കൊടുക്കുക. നിങ്ങൾ ഏത് വാഹനത്തിലാണ് പോകുന്നത് വാഹനത്തിൻ്റെ ടൈപ്പ് കൊടുക്കുക. ഫ്യൂവൽ ഏത് ടൈപ്പാണെന്നുള്ളത് കൊടുക്കുക. ഡീസലാണോ, പെട്രോളാണോ, CNG ആണോ, ഇലക്ട്രിക് ആണോ, അങ്ങനെയുള്ള ഓപ്ഷൻസ് ഉണ്ടാവും. അപ്പോൾ അതിൽ ഞാനിപ്പോൾ ഡീസൽ കൊടുത്തു. പിന്നെ ഡേറ്റ് ഓഫ് എൻട്രി, നിങ്ങൾ എന്നാണോ പോകുന്നത് ആ ഡേറ്റാണ് എൻ്റർ ചെയ്യേണ്ടത്. ഡേറ്റ് ഓഫ് എൻട്രി അതുപോലെ ഡേറ്റ് ഓഫ് എക്സിറ്റ്, ഇത് രണ്ടും കൊടുക്കണം. ഞാനിവിടെ ഡേറ്റ് ഓഫ് എക്സിറ്റ് കൊടുത്തു, ഡേറ്റ് ഓഫ് എൻട്രി കൊടുത്തു. അതിനുശേഷം നിങ്ങൾ എവിടെ നിന്നാണോ യാത്ര പോകുന്നത് ആ സ്റ്റേറ്റ്, ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ കേരളത്തിൽ നിന്നാണ്, അപ്പോൾ തമിഴ്നാട് എന്നുള്ളത് മാറ്റിയിട്ട് അവിടെ കേരള എന്ന് കൊടുക്കുക. അവിടെ കേരള കൊടുത്തു. പിന്നെ അഡ്രസ് ലൈനിൽ നമ്മൾ വീട്ടുപേര് കൊടുക്കുക. വീട്ടുപേര് കൊടുത്തു. പിന്നെ അഡ്രസ് ലൈൻ 2ൽ സ്ഥലം കൊടുക്കുക, പിൻകോഡ് കൊടുക്കുക. ഈ സ്റ്റാർ ഇട്ടതുകൊണ്ട് ഇതെല്ലാം മാൻഡേറ്ററി ആയിട്ട് ഫില്ല് ചെയ്യണം, എന്നാലും അടുത്ത സ്റ്റെപ്പിലേക്ക് പോവുള്ളൂ. ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് പ്ലേസ് ഓഫ് സ്റ്റേ എന്ന് പറയുന്നത് ആദ്യം എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് അവിടെ താമസിക്കാൻ റൂമൊന്നും ഇല്ല അല്ലെങ്കിൽ അറിയില്ല എന്നുള്ള പറയുന്നൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇതൊരു പുതിയ അപ്ഡേറ്റ് ആണ്. ഇതിൽ എന്തായാലും നമ്മൾ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യണം. ഇപ്പോൾ ഹോട്ടലാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ റൂം എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബുക്കിംഗ് ഡീറ്റെയിൽസോ അല്ലെങ്കിൽ അതിൻ്റെ PDF ബുക്കിങ്ങിൻ്റെ എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സ് ഉണ്ടെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യണം. ഇതിൽ മൂന്നാമതൊരു ഓപ്ഷൻ ഉള്ളത് അവിടെ സ്വന്തമായിട്ട് വീടുണ്ട് അല്ലെങ്കിൽ റിലേറ്റീവിൻ്റെ വീടുണ്ട് അല്ലെങ്കിൽ ഫ്രണ്ടിൻ്റെ വീടുണ്ട് എന്നുള്ള ഓപ്ഷനാണ്. അത് കൊടുത്താൽ അവർ പ്രോപ്പറായിട്ടുള്ള അഡ്രസ്സ് അവിടെ എൻ്റർ ചെയ്യണം. അപ്പോൾ ഇതൊരു പുതിയ അപ്ഡേറ്റ് ആണ്. ഒന്നെങ്കിൽ നമ്മൾ ഇതിൽ മൂന്നിൽ ഏത് ഓപ്ഷൻ, ആദ്യത്തെ രണ്ട് ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യണം. മൂന്നാമത്തെ ഓപ്ഷനാണ് സെലക്ട് ചെയ്യണമെങ്കിൽ ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല, പക്ഷെ പ്രോപ്പറായിട്ടുള്ള അഡ്രസ്സ് കൊടുക്കേണ്ടതാണ്. സൈറ്റിന് എന്തോ ഒരു വിഷയമുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് റിലേറ്റീവ് അല്ലെങ്കിൽ ഫ്രണ്ട് ഹൗസ് എന്ന് കൊടുത്തിട്ട് അതിൻ്റെ ഡെസ്റ്റിനേഷൻ അഡ്രസ്സ് ആ അഡ്രസ് കോളത്തിൽ ടൈപ്പ് ചെയ്യണം. അതിനുശേഷം താഴെ കാണുന്ന ഗ്രീൻ കളറിൽ സബ്മിറ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ സബ്മിറ്റ് ചെയ്യാം. സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു PDF ജനറേറ്റ് ആയിട്ട് വരും. പിന്നെ TN പാസ് മാത്രം എടുത്താൽ പോരാ. നിങ്ങളൊരു ട്രാവലറൊക്കെ ആയിട്ട് പോവുകയാണെങ്കിൽ വെഹിക്കിൾ പെർമിറ്റ് എടുക്കേണ്ടതാണ്. അപ്പോൾ വെഹിക്കിൾ പെർമിറ്റ് എങ്ങനെ എടുക്കേണ്ടതെന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നതാണ്. പിന്നെ ഇതിന് രജിസ്ട്രേഷൻ ഫീസൊന്നുമില്ല. ഇങ്ങനെ ഒരു പാസ് നിങ്ങൾക്ക് ജനറേറ്റ്